ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഞാൻ ചാർലി ഗോസ്റ്റ് പറഞ്ഞൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 3 പേരുണ്ട്, അതായത് എൻ്റെ 2 കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് അവർ സെറ്റാക്കാൻ പറഞ്ഞത് ഒരു പേപ്പറും 2 പെൻസിലുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെൻസിൽ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ അവനൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചാർലി ഗോസ്റ്റിന് വേണ്ടി സെറ്റാക്കി വെച്ചൊരു പെൻസിലാണത്. അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ടെയ്നറിനകത്താണിത്. ഈ ഒരു കണ്ടെയ്നറിന് മുകളിലാണ് അവൻ സെറ്റാക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത്. ഗൈസ് ഇവിടെ കാണുന്നില്ല കേട്ടോ, ഇതിന് മുകളിലുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഇവിടെ ഇതെവിടെ കൊണ്ട് വെച്ചിവൻ? ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാലും ഇതിവിടെ അതേ ഇരിക്കുന്നത് ഗൈസ്, ഇതാ ഇരിക്കുന്നിട്ടോ. ആ നീല കണ്ടെയ്നറിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ആ ഒരു പെൻസിൽ, 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ. ഓക്കെ, നമ്മൾ പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പേപ്പർ വേണ്ടത്, പേപ്പർ അവൻ്റെ കയ്യിലില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി പേപ്പർ ഇനിയിപ്പോൾ എന്ത്? ഗൈസ് എനിക്കൊരു ഐഡിയ ഉണ്ട്. എൻ്റെ റഫ് ബുക്കിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു പേപ്പർ എടുക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ റഫ് ബുക്ക് എൻ്റെ കയ്യിലില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് റഫ് ബുക്ക് എടുത്തിട്ട് അതിൽ നിന്നൊരു പേജ് എടുക്കാം. അത് തന്നെയായിരിക്കും, അതിന് പ്രത്യേകിച്ച് മാന്ത്രിക പേജ് വേണ്ടെന്നാണ് അവൻ പറഞ്ഞത് ഗൈസ്. എന്തായാലും വീട്ടിൽ പോയിട്ട് ആ ഒരു സാധനം എടുക്കണം, അതായത് നമ്മുടെ പേപ്പർ എടുക്കണം. അതിനുശേഷം നമ്മൾ രാത്രിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതേ പേപ്പറും പെൻസിലൊക്കെ ഞാനൊരു ബാഗിലാക്കി പോയിട്ടുണ്ട്. ഇത് കൈ പിടിച്ച് പോയാൽ അഥവാ പാറിപ്പോയാൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, ബ്രേക്ക് കിട്ടുന്നില്ല. ഇടിച്ച് ഗൈസ് എൻ്റെ പുറം കുത്തി പോകുന്നതുകൊണ്ട് ബാഗ് ഉണ്ടെന്ന് സീനില്ല. പെൻസിൽ കുത്തി കയറാത്ത ഭാഗ്യം ഗൈസ്. ഓക്കെ, സീനില്ല ഗൈസ്. ഇപ്പം എന്തായാലും സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം രാത്രി അവനായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദേ എൻ്റെ കൂടെയുള്ള ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അതേ അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിലത്തെ 2 ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ ഒരാളെ കാണുന്നില്ല, ഒരാളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ കാണുന്നില്ല. ഇതേ എന്താ അവിടെ വരാത്ത? ഓക്കെ, വരുന്നുണ്ട് ഗൈസ്. ദേ അങ്ങനെ 2 പേരും അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ പുറകിൽ എൻ്റെ ഉണ്ട് 2 പേരും. അപ്പോൾ ഇവർ 2 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ആ ഒരു കോട്ടയുടെ അകത്തേക്ക് പോകാം ഗൈസ്. ഇതാണ് അവർ പറഞ്ഞ കോട്ട. ഇതിൻ്റെ അകത്ത് വെച്ചാണ് നമ്മൾ ചാർലിനെ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇരിക്കുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി വിളിച്ചു നോക്കാം ഗൈസ്. ഓക്കെ, ചാർലി ആർ യു ഹിയർ? ചാർലി യെസ് എന്ന്. അടുത്ത ചോദ്യം ചോദിക്കാം, ഈ കോട്ട വിട്ട് പോകുമോ? ഇല്ലെന്ന്. എടാ നീ എവിടെ പോന്ന്? നീ എങ്ങോട്ടാണ് ഇദ്യാൻ ഇറങ്ങിപ്പോന്ന്? എന്താ അവിടെ? പ്രേതം. അയ്യോ ദേ അവൻ ഉന്തിട്ട്. അയ്യോ എൻ്റെ ബോധം പോയാ? അതെവിടെ പോയി? ഇതെവിടെ പോയടാ? അതിനെ കാണുന്നില്ല. നമുക്ക് എന്തായാലും ഒരു ചോദ്യം കൂടി ചോദിച്ചു നോക്കാം. നീ ഞങ്ങളെ കൊല്ലുമോ? നീ എവിടെ പോന്ന്? അയ്യോ ഇതല്ല അവൻ ഉന്തിട്ട പ്രേതം. എടാ നീ ഇതെങ്ങോട്ട് പോകുന്നു? ഈ പ്രേതത്തിന് എന്താ കാലില്ലേ? എല്ലാരും ഓടിയോ? എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കൊടുക്കുന്നത്? അമ്മച്ചേ, ഞാനങ്ങനെ മണ്ടി പോരുന്നുണ്ട്. അതെന്താ പോലീസുകാരൊക്കെ അറിഞ്ഞ? അതെന്താ ആകെ ഇവിടെ പോലീസുകാരുണ്ടല്ലോ. എന്തോടത് ഗൈസ്? ഞാനങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്തൊരു സൗണ്ട് കേട്ടേ ഗൈസ്? മുകളിൽ നിന്നാണ് ഇത് സൗണ്ട് കേട്ടത്. ഉറപ്പാ മുകളിൽ നിന്നാണ് ആ സൗണ്ട് കേട്ടത് ഗൈസ്. ഞാൻ കേട്ടതാണ്. അതെന്താടേ? ഡേയ് ആരെങ്കിലും ഉണ്ടടേ? ആരുമില്ല. ആ മെഷീൻ ഓണായി കിടക്കുന്നു. മെഷീൻ ഓണായി കിടക്കുന്നു. ഇതാരും ഓണാക്കി? ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ച് പോയതാണ്. എന്തൊരു സൗണ്ട് കേട്ടെ? അയ്യോ പ്രേതം.